ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഒരു ചോദ്യത്തിന് ഉത്തരം തേടി. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ അടുത്ത IPL സീസണിൽ ഏത് ടീമിനൊപ്പം കളിക്കും? പതിറ്റാണ്ടിലേറെയായി രാജസ്ഥാൻ റോയൽസിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന അവരുടെ ആരാധക ഹൃദയത്തിൽ ഇടം നേടിയ സഞ്ജുവിനെ അടുത്ത സീസണിൽ പിങ്ക് ജേഴ്സി കാണാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ടീം മാറ്റങ്ങളിൽ ഒന്നായി മാറിയേക്കും. സഞ്ജു സാംസൺ എന്ന പേര് രാജസ്ഥാൻ റോയൽസുമായി അത്രയേറെ ഇഴചേർന്ന് കിടക്കുന്നു. 2013 റോയൽസിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ അദ്ദേഹം ടീമിന്റെ നിർണായക ശക്തിയായിരുന്നു. 2021 ടീമിന്റെ നായകനായി ചുമതലയേറ്റതോടെ സഞ്ജുവിന്റെ കരിയറിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായി. സ്റ്റീവ് സ്മിത്തിന് പകരക്കാരനായി വന്ന സഞ്ജു തന്റെ ആദ്യ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 40.33 ശരാശരി 136.72 സ്ട്രൈക്ക് റേറ്റോടെ 484 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നിർഭാഗ്യവശാൽ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാനായില്ല. എന്നാൽ തൊട്ടടുത്ത സീസണിൽ സഞ്ജു ആരാധകരുടെ പ്രതീക്ഷകൾക്ക് നിറം നൽകി. 2008 പ്രഥമ സീസണിൽ ഷെയ്വോണിന്റെ നേതൃത്വത്തിൽ കപ്പുയർത്തതിനു ശേഷം രാജസ്ഥാൻ റോയൽസിനെ ആദ്യമായി ഒരു ഫൈനലിൽ എത്തിച്ചത് സഞ്ജു സാംസൺ ആണ്. ആ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 146.79 സ്ട്രൈക്ക് റേറ്റിൽ 458 റൺസുമായി ബാറ്റിംഗിലും നായകൻ എന്ന നിലയിലും സഞ്ജു തിളങ്ങി. 2023 IPL ടീമിൽ സഞ്ജുവിനും നേരിയ തിരിച്ചടിയുണ്ടായി. നേരിയ വ്യത്യാസത്തിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നതോടെ റോയൽസിന് പ്ലേ ഓഫ് നഷ്ടമായി. സഞ്ജുവിന് 13 കളികളിൽ നിന്ന് 362 റൺസാണ് നേടാനായത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 153.38 ശ്രദ്ധേയമായിരുന്നു. 2024 സീസണിൽ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ റോയൽസ് 2ാം തവണയും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി. ബാറ്റിംഗിൽ സഞ്ജു തൻ്റെ കരിയറിലെ മികച്ച പ്രകടനം പുറത്തെടുത്തു. 11 കളികളിൽ നിന്ന് 48.27 ശരാശരി 153.4 സ്ട്രൈക്ക് റേറ്റിൽ 531 റൺസ് അദ്ദേഹം വാരിക്കൂട്ടി. നിർഭാഗ്യവശാൽ ഈ വർഷം പരിക്കുകൾ കാരണം അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. വെറും 9 മത്സരങ്ങളിൽ മാത്രമാണ് സഞ്ജുവിന് കളിക്കാനായത്. ഇവയിൽ ചിലതിൽ ഇമ്പാക്ട് സബ്ബായിട്ടായിരുന്നു പ്രകടനം. 140.39 സ്ട്രൈക്ക് റേറ്റിൽ 285 റൺസ് മാത്രമാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ടീമിനാകട്ടെ 9ാം സ്ഥാനത്ത് തൃപ്തിപ്പെടേണ്ടിയും വന്നു. ഈ പ്രകടനങ്ങൾക്കെല്ലാം അപ്പുറം രാജസ്ഥാൻ റോയൽസിന്റെ മുഖമായി സഞ്ജു മാറിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ വേർപിരിയലിന്റെ സൂചനകൾ? രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസി സഞ്ജുവിനെ വിൽക്കാൻ തയ്യാറാണെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടൽ തന്നെയായിരിക്കും. സഞ്ജുവിന്റെ പേര് ഇതിനോടകം തന്നെ പല പ്രമുഖ ടീമുകളുമായി ചേർത്ത് ചർച്ചയായിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. CSK മാനേജ്മെന്റ് ഔദ്യോഗികമായി തന്നെ തങ്ങൾക്ക് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു. ട്രേഡിംഗ് വിൻഡോയിൽ തന്നെ സഞ്ജുവിനെ സ്വന്തമാക്കാനാണ് അവരുടെ നീക്കം. കാരണം മിനി ലേലത്തിൽ ഉൾപ്പെട്ടാൽ സഞ്ജുവിനെ പോലെ ഒരു കളിക്കാരനെ സ്വന്തമാക്കുക എന്നത് ഏറെ ദുഷ്കരമായി മാറും. ട്രേഡിംഗ് വിൻഡോയിൽ രാജസ്ഥാൻ റോയൽസിന് സഞ്ജുവിനെ വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത സീസണിന് മുന്നോടിയായി നടക്കുന്ന മെഗാ താരലേലത്തിൽ അദ്ദേഹത്തിന് വലിയൊരു തുക ലഭിക്കുമെന്ന് ഉറപ്പാണ്. ലേലത്തിൽ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഏതൊക്കെ ടീമുകൾ മത്സരിക്കുമെന്നും എത്ര തുക ലഭിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം. മിനി താരലേലത്തിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടാൽ പ്രധാനമായും 5 ഫ്രാഞ്ചൈസികളാകും അദ്ദേഹത്തിനായി രംഗത്തിറങ്ങാൻ സാധ്യത. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, നിലവിലെ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ലക്നൗ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരാകും അദ്ദേഹത്തിനായി പോരാടുക. ഈ ടീമുകളിൽ ഏറ്റവും സാധ്യത ചെന്നൈക്കാണ്. 26 മുതൽ 28 കോടി രൂപ വരെ സഞ്ജുവിനായി ലേലത്തിൽ മുടക്കാൻ അവർ തയ്യാറായിരിക്കും. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഒരു ക്യാപ്റ്റനെയും വിക്കറ്റ് കീപ്പറെയും തേടുന്ന ചെന്നൈക്ക് സഞ്ജു ഒരു മികച്ച ഓപ്ഷനാണ്. അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തും നായകത്വ ഗുണങ്ങളും CSKക്ക് മുതൽക്കൂട്ടാകും. ചെന്നൈ കഴിഞ്ഞ സാധ്യതയിൽ 2ാമത് ലക്നൗ ആണ്. 24 മുതൽ 26 കോടി രൂപ വരെ അവർ മുടക്കിയേക്കും. 27 കോടി രൂപ മൂല്യമുള്ള നായകൻ ഋഷഭ് പന്തിന് പകരം കുറഞ്ഞ വിലയിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് ലക്നൗ ഉന്നം വെക്കുന്നത്. സഞ്ജുവിന് വിക്കറ്റ് കീപ്പർ റോളും നിർവഹിക്കാൻ സാധിക്കുന്നത് അവർക്ക് ഒരു ബോണസാണ്. ദീർഘകാലത്തേക്കുള്ള ഒരു ക്യാപ്റ്റൻ റോളിലേക്കാണ് സഞ്ജുവിനെ KKR ആവശ്യം. ഇതിനായി 20 മുതൽ 23 കോടി രൂപ വരെ ലേലത്തിൽ മുടക്കാനും അവർ തയ്യാറായിരിക്കും. KKR കഴിഞ്ഞാൽ സഞ്ജുവിന് വാങ്ങിയേക്കാവുന്ന ലിസ്റ്റിൽ 4ാമതാണ് RCB. രജിത് പാട്ടിദാറിന് കീഴിൽ ടീം ചാമ്പ്യന്മാരായെങ്കിലും നായകനായി അധികം അനുസമ്പത്ത് അദ്ദേഹത്തിനില്ല. കഴിവ് തെളിയിച്ച ഒരു ക്യാപ്റ്റനെയാണ് അവർക്ക് ആവശ്യം. 18 മുതൽ 22 കോടി രൂപ വരെയാവും സഞ്ജുവിനായി RCB മാറ്റിവെക്കുക. ഈ ലിസ്റ്റിൽ അവസാന സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ്. കീപ്പർ പ്ലസ് ക്യാപ്റ്റൻ റോളാണ് സഞ്ജുവിന് അവർ നൽകിയേക്കുക. 15 മുതൽ 18 കോടി രൂപ വരെയാവും അദ്ദേഹത്തിനായുള്ള DCയുടെ ബഡ്ജറ്റ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സഞ്ജുവിൻ്റെ കഴിവുകൾ ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. ഫിനിഷർ റോളിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം ഏത് ടീമിനും ഒരു മുതൽക്കൂട്ടാണ്. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കൂടുതൽ ആകർഷകമാകും. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ വിടുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു യുഗത്തിൻ്റെ അവസാനമായിരിക്കും. എന്നാൽ പുതിയൊരു ടീമിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നറിയാൻ ആരാധകർക്ക് ആകാംക്ഷയേറും.
ഏത് ടീമിലായാലും സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനങ്ങൾ കാണാൻ ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ്. ഈ മെഗാ കൈമാറ്റം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അടുത്ത സീസണിൽ ഒരു പുത്തൻ ആവേശം നൽകുമെന്ന് ഉറപ്പാണ്.